Good morning, all. Miss. വലിയൊരു ചാപ്റ്റർ അവസാനിച്ചു. അപ്പൊ നമുക്കിനി ചെറിയൊരു വലിയ കുഴപ്പമില്ലാത്തൊരു ചെറിയ ചാപ്റ്ററിലേക്ക് കിടക്കാം. ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസ് എല്ലാവരുടെ കയ്യിലുണ്ടല്ലോ അല്ലേ? ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് എല്ലാവരുടെയും കയ്യിലുണ്ടല്ലോ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ട്രാൻസ്ഫർ പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എവിടെയാണ് എന്തായാലും ഒരു ഹോസ്പിറ്റലിൽ അഡ്മിഷൻ കിട്ടിയിട്ട് ആ പേഷ്യൻസിനെ നമുക്ക് എവിടേക്കെങ്കിലും ചിലപ്പോണെങ്കിൽ ആ ഹോസ്പിറ്റലിൽ തന്നെ വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലേക്ക് ആയിരിക്കും. അതല്ലെങ്കിൽ എന്താണ് നമ്മൾ വേറെ കുറച്ചും കൂടി സൗകര്യമുള്ള ഫെസിലിറ്റീസ് ഒക്കെ കൂടുതൽ ഉള്ള ഡോക്ടേഴ്സ് ചിലപ്പോൾ നിർദ്ദേശിക്കും. നമുക്ക് മതിയായ സൗകര്യം ഹോസ്പിറ്റലിൽ നിങ്ങൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി ചികിത്സിക്കേണ്ടതായിട്ട് വരും. അങ്ങനെയൊക്കെ പറഞ്ഞ് വേറെ ഹോസ്പിറ്റലിലേക്ക് ആ ഹോസ്പിറ്റലിൽ തന്നെ അല്ലാതെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ വ്യത്യസ്ത തരത്തിലുള്ള ട്രാൻസ്ഫർ പേഷ്യന്റ് ഉണ്ട് എന്നുള്ള കാര്യം നോക്കുക. അതായത് ഹോസ്പിറ്റലിന്റെ അകത്ത് തന്നെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലേക്ക് വേറെ ഏതെങ്കിലും ഇപ്പോൾ ഡയഗ്നോസ് ചെയ്തവർ രോഗനിർണയം നടത്തിയതിനു ശേഷം അപ്പൊ പറയാൻ ഓക്കെ ഇതിനെതിരെ ഈ രോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഇതിലേക്ക് ഇപ്പൊ നമുക്കറിയാം ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളൊക്കെ വരുമ്പോൾ അല്ലെ അത് പെട്ടെന്ന് നമ്മൾ കണ്ടെത്താനായിട്ട് സാധിക്കില്ല. അപ്പൊ അത് സ്ഥിരീകരണത്തിന് ശേഷമാണ് അവരെ ആ ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ നമുക്ക് മതിയായ സൗകര്യമില്ലാതെ ഡോക്ടറുടെ പെർമിഷനോട് കൂടിയിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാറുണ്ട്. ഇൻ കേസ് പേഷ്യൻസിന് പേഷ്യൻസിന്റെ റിലേറ്റീവ്സിനൊന്നും ചിലപ്പോൾ അവിടുത്തെ സൗകര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ചികിത്സാ രീതിയൊന്നും ഇഷ്ടപ്പെടാതെ വരുമ്പോഴും അവരുടെ ഒരു കമ്പനിയോട് കൂടിയിട്ടും എന്താണ് പേഷ്യൻസിനെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള മാറ്റേഴ്സ് ആണ് ഇതിന് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ എന്തൊക്കെ നടപടികളുണ്ട്, പേഷ്യൻസിൻ്റെതായ എന്തൊക്കെ കെയറുകളുണ്ട്, എന്തൊക്കെ ഡോക്ടർ അല്ലെങ്കിൽ നഴ്സുമാർക്ക് എന്തൊക്കെ ഡ്യൂട്ടീസ് ആണ് അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ഇതിൽ പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇൻട്രൊഡക്ഷനിൽ പറയുന്നു the intra and inter-hospital patient transfer is an important aspect of patient care, which is often handled to enhance the existing management of the patient. അതായത് നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞു ഇൻട്രാ അല്ലെ ഇന്റർ ഹോസ്പിറ്റൽ. ഇൻട്രാ എന്ന് പറയുമ്പോൾ കുട്ടികളും പോകാനല്ല തന്നെയാണ് തീരെ തന്നെയാണ് എടുത്തില്ലാന്നൊന്നും എല്ലാവരും പുതിയൊരു ടോപ്പിക് ആയതുകൊണ്ട് പെട്ടെന്ന് സമയം അനുവദിക്കാവുന്നതുകൊണ്ടാണെന്ന് അറിയില്ല. എന്നാലും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു തോന്നുന്നു അല്ലെ? ട്രാൻസ്ഫർ പേഷ്യന്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ജസ്റ്റ് ഒന്ന് പറഞ്ഞേ. അപ്പോ നമ്മള് പറഞ്ഞു തുടങ്ങിയത് എന്താണ്? ഇൻട്രാ ആൻഡ് ഇന്റർ ഹോസ്പിറ്റൽ പേഷ്യന്റ് ട്രാൻസ്ഫർ ഈസ് ആൻ ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ഓഫ് പേഷ്യന്റ് കെയർ. നമുക്കറിയാം പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. നമ്മൾ ഹോസ്പിറ്റലിന്റെ അകത്ത് തന്നെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലേക്കോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിന് പുറത്ത് വേറെ ഏതെങ്കിലും ഫെസിലിറ്റിയിലുള്ള ഹോസ്പിറ്റലിലേക്കോ പേഷ്യൻസിനെ കൊണ്ടുപോകുക എന്നത് ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനം തന്നെയാണ്. ഇറ്റ് ഈസ് ഓപ്പൺ ഹാൻഡിൽ ടു എൻഹാൻസ് എക്സിസ്റ്റിംഗ് മാനേജ്മെന്റ് ഓഫ് ദ പേഷ്യന്റ്. അപ്പോൾ നിലവിലെ അതിന്റെ ആ സൗകര്യങ്ങളും അത് നിലവിലുള്ള മാനേജ്മെന്റ് അതനുസരിച്ചിട്ട് അവരെ കൈകാര്യം ചെയ്യുന്നതായിട്ട് വരും. പേഷ്യൻസിൻ്റെതായ അല്ലെ അവിടെ ഒരു ഹോസ്പിറ്റൽ ഇൻചാർജ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അഡ്മിഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പോകുന്നവരേക്കും ഉള്ള ഫെസിലിറ്റീസ് എല്ലാം അനുവദിച്ചു കൊടുക്കേണ്ടത് ആ ഹോസ്പിറ്റലിന്റെ ഡ്യൂട്ടിയാണ്. അതല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലും പ്രോബ്ലംസ് മാറ്റേഴ്സ് ഒക്കെ ഫീൽ ചെയ്യുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നടപടികൾക്കെല്ലാം ഇവര് ഈ മാനേജ്മെന്റ് വിധേയമാക്കേണ്ടതൊക്കെ ഉണ്ട്. It may involve carrying a patient within the same facility for any diagnostic procedure or shift to another facility with a more well-developed care. പ്രധാനമായിട്ടും നമുക്കറിയാം ഇതിങ്ങനെ വരുന്നത് സെയിം ഫെസിലിറ്റി ഉള്ള ഒരു രോഗനിർണയത്തിന് ശേഷം അല്ലെ ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയറിന് ശേഷം എന്താണ് ഈ വ്യക്തിക്ക് ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഒരു ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് തന്നെയാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാണ് മോർ വെൽ ഡെവലപ്ഡ് കെയർ. നമുക്ക് ഇച്ചിരി കൂടി നല്ല ചികിത്സ കിട്ടണമെങ്കിൽ മറ്റേതെങ്കിലും ഫെസിലിറ്റീസ് ഉള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്.
അതെല്ലാം ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റിൽ പെടുന്നതാണ്. The main aim in all such shifting is to maintain the continuity of medical care. അതിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ആ ഒരു പേഷ്യന്റിന്റെ ആരോഗ്യം അല്ലെ അത് മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്നുള്ളത്. Then as the transfer of a sick patient may produce various physiological changes which may negatively affect the prognosis of the patient. It should be initiated safe transfer consist of a decision to transfer and communication, pre-transfer stabilization and preparation, choosing the appropriate mode of transfer. അതായത് നമ്മളിപ്പോ ഒരു അല്ലെ ഫിസിക്കലി വലിയ പ്രോബ്ലംസ് ഒക്കെ ഉള്ള വ്യക്തിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവർക്ക് ഒരു വലിയ പ്രശ്നങ്ങൾ സെൽഫായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു എന്താ പറയുക നടന്നു പോകാൻ പറ്റുന്ന ഒരു പേഷ്യന്റ് ഒക്കെ ആണെങ്കിൽ അവരെ സംബന്ധിച്ച് ഇതൊന്നും വലിയ വിഷയമല്ല അല്ലെ. അവർക്ക് ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ അവർ എന്താ പറയുക നോർമലി ഡോക്ടേഴ്സ് പറയുന്ന അത് പരിഗണന അനുസരിച്ചിട്ട് തന്നെ അവർ ആ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകും. അതേസമയം ചില പേഷ്യൻസ് അല്ലെ അതൊരു ക്രിട്ടിക്കൽ കെയർ ഉള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവരെ കൊണ്ടുപോവുക അവരെ ഒന്നല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ അത് വളരെ കെയർഫുൾ ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യണം. അല്ലെങ്കിൽ എന്താണ് അവർക്ക് ഉണ്ടാവുന്ന ചെറിയ ചെറിയ ഒരു മാറ്റത്തിൽ തന്നെ അവരുടെ ജീവനെ അവരുടെ ആരോഗ്യത്തെ ഹാനികരമായിട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. As the transfer of a sick patient may produce various physiological changes which may negatively affect it. അതായത് അവർക്ക് നെഗറ്റീവായിട്ട് നമുക്ക് പോസിറ്റീവ് പരിഗണന ഒരു എന്താ പറയുക ആരോഗ്യനില മെച്ചപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്നതാണെങ്കിൽ കൂടി ഈ ഷിഫ്റ്റിന്റെ സമയത്ത് എന്താണ് കെയർഫുൾ അല്ലാതെ ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ അത് ആരോഗ്യത്തെ ഒന്നുകൂടി തളർത്തിക്കൊണ്ട് വരികയാണ് ചെയ്യുക. അപ്പൊ അത് നെഗറ്റീവ്ലി എഫക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ അത് മുൻകൂട്ടി പ്രോഗ്നോസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻകൂട്ടി ചിന്തിച്ചിട്ട് വേണം ഈ പേഷ്യന്റിനെ അങ്ങോട്ടേക്കൊക്കെ ഏത് രീതിയിൽ ഷിഫ്റ്റ് ചെയ്യണം. സ്ട്രക്ചർ ഉപയോഗിച്ച് ഷിഫ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ ഈസിയർ കൊടുക്കേണ്ടതുണ്ടോ അല്ലെങ്കിൽ ഇന്നില്ല എന്താണ് എന്തെങ്കിലും എക്യുപ്മെന്റ്സിന്റെ കൂടി ഉള്ള അതിനോട് കൂടി അക്കമ്പൈൻ ചെയ്ത് അതായത് കൂട്ടത്തിൽ അതും കൂടി കൂട്ടിയിട്ട് തന്നെ ഷിഫ്റ്റ് ചെയ്യേണ്ടതുണ്ടോ അതെല്ലാം വ്യക്തമായിട്ട് നിരീക്ഷിക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ ഈ ഒരു സിക്ക് പേഷ്യൻസ് ആവുമ്പോൾ ഇച്ചിരി കൂടി ബുദ്ധിമുട്ടേറിയ പേഷ്യൻസ് ആവുമ്പോൾ അവരെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പാടുള്ളൂ എന്നുള്ളത്. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക അത് നെഗറ്റീവ്ലി അഫക്ട് ചെയ്യും, അവർക്ക് ദോഷകരമായിട്ട് ബാധിക്കും. എന്ന് പറയുന്നു ഇറ്റ് ഷുഡ് ബി ഇനീഷ്യേറ്റ് സേഫ് ട്രാൻസ്ഫർ കൺസിസ്റ്റ് ഓഫ് എ ഡിസിഷൻ ടു ട്രാൻസ്ഫർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. കാരണം നമ്മളല്ലേ നല്ലൊരു ആശയവിനിമയം നടത്തിയിട്ടാണ് ഇവര് ഡോക്ടേഴ്സും പേഷ്യന്റും റിലേറ്റീവ്സ് ഒക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, നല്ലൊരു ആശയവിനിമയം നടത്തും. നമ്മൾ എങ്ങനെയാണ് ഈ വ്യക്തിയെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കാം, നമുക്ക് ഇങ്ങനെ ഉപാധികൾ ഉപയോഗിക്കാം. ഇപ്പൊ ഇൻ കേസ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കാണ് പോകുന്നതെങ്കിൽ അതിന്റെ മോഡ് ഓഫ് ട്രാൻസ്ഫർ ഉണ്ട് അല്ലെ. അത് വാഹനം ഉപയോഗിച്ച് പോകണോ അല്ലെങ്കിൽ നമുക്കറിയാം ഇപ്പൊ എയർ ട്രാൻസ്പോർട്ട് വരെയുണ്ട് അല്ലെ. നമുക്ക് വേറൊരു കൺട്രിയിലേക്കൊക്കെ രോഗത്തിന്റെ ആ ഒരു ചികിത്സയുമായി ബന്ധപ്പെട്ട് പോകുന്നുണ്ടെങ്കിൽ അതിന് എയർ ക്രാഫ്റ്റ് അതല്ലേ. അപ്പൊ നമുക്ക് വ്യോമമാർഗം ഉപയോഗിച്ച് തന്നെ ഷിഫ്റ്റ് ചെയ്യാനൊക്കെ സാധിക്കും. എന്താണ് അത് ഫിനാൻഷ്യലി ഇച്ചിരി കൂടി ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. പക്ഷെ ആ രോഗാവസ്ഥയും അനുയോജ്യമായ ഫിനാൻഷ്യൽ സൗണ്ടുള്ള പേഴ്സൺസ് ഒക്കെ അത് തെരഞ്ഞെടുക്കും. അപ്പൊ അങ്ങനെ തെരഞ്ഞെടുക്കണമെങ്കിൽ എന്താണ് അവർ തമ്മിൽ ഡോക്ടേഴ്സും തമ്മിൽ ഒരു ആശയവിനിമയം നടത്തിയിട്ടാണ് ഇത്തരം കാര്യങ്ങളെല്ലാം തീരുമാനങ്ങൾ എടുക്കുന്നത്. Pre-transfer stabilization and preparation, choosing the appropriate mode of transfer, that is land transfer or air transport, personnel going along with the patient, equipment and to monitoring need in the post transfer, and finally the documentation and handover of the patient at the receiving hospital. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി കമ്മ്യൂണിക്കേഷന്റെ ബേസിൽ അവര് തീരുമാനിക്കുകയാണ് ഓക്കെ ലാൻഡ് ട്രാൻസ്ഫർ ചെയ്യാം അല്ലെങ്കിൽ എയർ ട്രാൻസ്പോർട്ട് വേണമെങ്കിലാവാം. ലാൻഡ് ട്രാൻസ്പോർട്ട് എന്ന് വെച്ചാൽ റോഡ് മാർഗം നമുക്ക് വഴിയിൽ അല്ലെ നമുക്ക് റോഡ് മാർഗം തന്നെ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം അല്ലെ. നമ്മളിപ്പോ ആംബുലൻസ് സൗകര്യമൊക്കെ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന എമർജൻസി കേസുകളിൽ റോഡ് മാർഗം വഴിയാണ്. അപ്പൊ വേറെ ഹോസ്പിറ്റലിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആംബുലൻസിന്റെ സേവനം അല്ലെ. അതൊരു ആശയവിനിമയത്തിന്റെ ബേസിലാണ് അവരിത് തീരുമാനിക്കുന്നത്. ആംബുലൻസിന്റെ ക്ലാസ് ഒക്കെ നിങ്ങൾ അല്ലെ എടുത്തോ, നിങ്ങൾക്ക് ആംബുലൻസ് എടുത്തോ.
അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയിട്ടാണോ ആംബുലൻസിലൊക്കെ ഇതിന്റെ പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങൾ ഇതിന്റെയൊക്കെ ഒരു ഭാഗം തന്നെ അതിലും വിവരിക്കുന്നുണ്ട്. അപ്പൊ അതില് നമ്മള് പലതരത്തിലുള്ള ആംബുലൻസിന്റെ സർവീസുകളെല്ലാം ഉണ്ടാക്കാം. ഓക്കെ, സെക്കൻഡ് മോഡലുകളാണ്. അപ്പൊ അതെന്തായാലും എടുത്തു പോയ കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ എന്താണ് ചിലർക്ക് എന്താണ് കൺഫ്യൂഷൻ ഉണ്ട്. എന്തായാലും ആംബുലൻസ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. ഫസ്റ്റ് മൊഡ്യൂളിലോ സെക്കൻഡ് മൊഡ്യൂളിലോ എന്തായാലും ഉണ്ട്. ഞാൻ എടുക്കുന്ന ഒരു ടോപ്പിക് അല്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പോ എന്താ പറയുക, ആംബുലൻസില് എന്താണ് നിങ്ങൾക്ക് അറിയാൻ പറ്റും, പലതരത്തിലുള്ള ആംബുലൻസ് സർവീസുകളുണ്ട്. എമർജൻസി ആംബുലൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഏത് മാർഗമാണ് ഇത് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് ചില ഫെസിലിറ്റിയോട് കൂടിയിട്ടുള്ള ആംബുലൻസുകളുണ്ട്. അതായത് ഇവരുടെ എല്ലാം മോണിറ്റർ ചെയ്ത് കാണിക്കുന്ന ഇത് നമ്മുടെ തേർഡ് മോഡ്യൂളാണ് ട്രാൻസ്പോർട്ട് പേഷ്യന്റ്. അപ്പൊ അത്രയും മനസ്സിലാക്കാം. അപ്പൊ അതില് എന്താണ് അന്നൊക്കെ പറഞ്ഞ് അതില് നമുക്ക് റോഡന്മാർക്ക് ഉപയോഗിക്കാം, എയർ ട്രാൻസ്പോർട്ട് ഒക്കെ ഉപയോഗിക്കാം. ഫിനാൻഷ്യലി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നോക്കിയിട്ടൊക്കെയാണ് അതെല്ലാം ചൂസ് ചെയ്യുന്നത്, അല്ലെ, തെരഞ്ഞെടുക്കുന്നത്. എന്തായാലും ചില അതെ, അതാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, ഹെഡിങ്സ് മാത്രം നോക്കാം ട്രാൻസ്പോർട്ട് പേഷ്യന്റ്. കാരണം ഈ എന്തൊക്കെ ചാപ്റ്റേഴ്സിന്റെ എണ്ണത്തിൽ ഇതെല്ലാം വ്യത്യാസങ്ങളുണ്ട്. ചിലർക്ക് നേരത്തെ മുതൽ ക്ലാസ് ഉള്ളവർക്ക് അല്ലെ, അവർക്ക് PDF-ലെല്ലാം ഇങ്ങനെയായിരിക്കും. ചിലരുടെ എന്താണ് ഇങ്ങനത്തെ കംപ്ലീറ്റ് ആയിരിക്കും. ഇപ്പോഴത്തെ ഒരു ഇതനുസരിച്ചിട്ടാണ് 4 പേപ്പർ ആക്കി തിരിച്ചിരിക്കുന്നത്. അപ്പൊ അതനുസരിച്ചിട്ടുള്ള ചാപ്റ്റർ വൈസ് ആണ് നിങ്ങൾക്ക് കാണുന്നത്. അപ്പൊ നമ്മളെ ട്രാൻസ്പോർട്ട് പേഷ്യന്റിന്റെ ഇത് പറഞ്ഞത് അവസാനം നമ്മൾ എന്താണ് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു നിർത്തിയത്, ഈ പേഷ്യന്റിനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യണം ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക്. അത് വളരെ കെയറോട് കൂടിയിട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അത് എന്തൊക്കെ സൗകര്യങ്ങൾ വേണമെന്ന് കൃത്യമായിട്ടുള്ള ആശയവിനിമയം നടത്തിയിട്ടാണ്. അതായത് എന്തെങ്കിലും മോണിറ്ററി സൗകര്യങ്ങളോ എന്തെങ്കിലും എക്യുപ്മെന്റ്സ് ഒക്കെ ഘടിപ്പിച്ചിട്ട് വേണോ ഈ വ്യക്തിയെ ഷിഫ്റ്റ് ചെയ്യാനായിട്ട്, അത് റോഡുമാർഗം ഉപയോഗിക്കണോ അല്ലെങ്കിൽ എയർ ട്രാൻസ്പോർട്ട് ഉപയോഗിക്കണോ എന്നുള്ള കാര്യങ്ങളെല്ലാം നേരത്തെ കൂട്ടി അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആശയവിനിമയം നടത്തിയിട്ട് തീരുമാനിച്ചിട്ടാണ് ഈ വ്യക്തിയെ ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ എന്നുള്ളത്. അപ്പൊ എപ്പോഴും ലാസ്റ്റ് പോയിന്റിൽ വീണ്ടും പറയുന്നുണ്ട്, ദ ഡോക്യുമെന്റേഷൻ ആൻഡ് ഹാൻഡ് ഓവർ ഓഫ് ദ പേഷ്യന്റ് അറ്റ് ദ റിസീവിംഗ് ഫെസിലിറ്റി. അതായത് അവിടെ നമ്മൾക്ക് നിയമ നടപടികളൊക്കെ ഉണ്ട്, അല്ലെ. ഇതിപ്പോ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ലീഗലി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ഡോക്യുമെന്റേഷൻ നടത്തിയിട്ടാണ്, അതായത് പേപ്പർ വർക്കൊക്കെ നടത്തിയിട്ടാണ് ഈ വ്യക്തിയെ ട്രാൻസ്പോർട്ട് നടത്തുന്നത്. അപ്പൊ അവരെന്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തതിന് മുമ്പ് തന്നെ എഴുതി തയ്യാറാക്കിയ ഫോമൊക്കെ ഫില്ലപ്പ് ചെയ്ത് അത് അതിന്റെ ഒരു കോപ്പി നിങ്ങൾ ലാസ്റ്റ് ഭാഗത്തൊക്കെ അതിന്റെ കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് ഇതിന്റെ അല്ലെ ട്രാൻസ്പോർട്ട് പേഷ്യന്റിന്റെ കുറെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൽ നിങ്ങൾ 1 by 1 ആയിട്ടെല്ലാം പഠിക്കും. എന്തായാലും നിങ്ങൾ ജസ്റ്റ് ഇത് മനസ്സിലാക്കി വെക്കുക. ട്രാൻസ്പോർട്ട് പേഷ്യന്റ് എന്ന് പറയുമ്പോഴോ ഒരു വ്യക്തിയെ ആ പേഷ്യന്റിനെ ഒന്നല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ആ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെ വേറെ ഏതെങ്കിലും ഭാഗത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അതല്ല എങ്കിൽ ഇച്ചിരി കൂടി നല്ല ഫെസിലിറ്റീസ്, അല്ലെ. ഇൻ കേസ് നമ്മൾ ഇതിൽ പറയാത്തൊരു കാര്യം കൂടിയുണ്ട്. ചിലപ്പോഴൊക്കെ ഡോക്ടേഴ്സ് പറയും, അല്ലെ, ഒരു പാതര്യാവസ്ഥയിലൊക്കെ വരുമ്പോൾ മരുന്നിനോടൊന്നും പ്രതികരിക്കാത്തൊക്കെ അവസ്ഥ വരുമ്പോൾ എന്താണ് പേഷ്യൻസിനെ ഇനി വേണമെങ്കിൽ നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി നോക്കിക്കോളാൻ ഒക്കെ പറയും, അല്ലെ. അതുപോലെ തരത്തിലുള്ള ട്രാൻസ്ഫർ ആണ്. അപ്പൊ എന്ത് തന്നെയാണെങ്കിലും അതൊരു കമ്മ്യൂണിക്കേഷൻ ബേസിലാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അതിനനുസരിച്ചിട്ടുള്ള ഡോക്യുമെന്റേഷൻ പേപ്പർ വർക്ക് ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത്തരം കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ 2 തരത്തിലുള്ള ട്രാൻസ്ഫർ ഉണ്ടെന്നും ഓർത്ത് വെക്കുക, ഇൻട്രാ ആൻഡ് ഇന്റർ ഹോസ്പിറ്റൽ. പ്രധാനമായിട്ടും അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ഡെഫിനിഷൻ ആയിട്ട് പിന്നെ പറയുന്നു, ട്രാൻസ്ഫർ ഇസ് ഡിഫൈൻഡ് ആസ് preparing patients, communicating requests, records and shifting patients to another department within the hospital or to another hospital or home. അപ്പൊ ഹോം എടുത്ത് പറയുന്നുണ്ട്, എന്താണ് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെ അല്ലെങ്കിൽ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് അല്ലെങ്കിൽ വീട്ടിലേക്ക് അവരുടെ വീട്ടിലേക്ക് പറഞ്ഞേക്കുന്നത് ഒരു പേഷ്യന്റിനെ അവരുടെ റിക്വസ്റ്റോട് കൂടിയാവാം, അതല്ലെങ്കിൽ എന്താണ് നമ്മള് ഡോക്ടേഴ്സിന്റെ കാര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ ഞാൻ പല കാര്യങ്ങൾ പറഞ്ഞു, അതില്ലെങ്കിൽ ഡോക്ടറിന്റെ ഡിസിഷൻ ആയിരിക്കാം അവിടെ ഫെസിലിറ്റി ഇല്ല നിങ്ങളുമായിട്ടുള്ള കൊണ്ടുപോയി ചികിത്സിക്കണമെങ്കിൽ. അതല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും ഡയഗ്നോസ് കഴിഞ്ഞിട്ട് അല്ലെ ഒരു രോഗനിർണയം നടത്തിയപ്പോ ഒരു പ്ലേസിൽ നിന്ന് ഒരു ഹോസ്പിറ്റലിൽ തന്നെ വേറൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതാവാം.
അതല്ലെങ്കിൽ എന്താണ് പേഷ്യൻസിന്റെ റിലേറ്റീവ്സ് അവര് പറയുന്ന രീതി അനുസരിച്ചിട്ട് ചിലപ്പോൾ കമ്പൽ ചെയ്ത് രോഗിയെ മറ്റൊരു കേസിലേക്ക് കൊണ്ടുപോകും. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷന്റെ ബേസിലല്ലേ ഡോക്ടേഴ്സിന് വ്യക്തി ഈ പറഞ്ഞോളോ മെഡിസിനോട് പ്രതികരിക്കുന്നില്ല എങ്കിൽ അവര് കമ്മ്യൂണിക്കേഷന്റെ അടിസ്ഥാനത്തിൽ പേപ്പർ വർക്കൊക്കെ നടത്തിയിട്ട് വീട്ടിലേക്കും ഈ പേഷ്യൻസിനെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതാണ് പ്രധാനമായിട്ടും ട്രാൻസ്ഫർ പേഷ്യന്റ് ഡിഫൈൻഡ് ആസ് പ്രിപ്പയറിംഗ് പേഷ്യൻസ്. അതിന് വേണ്ടിയിട്ട് പേഷ്യൻസിന് ഒഴിക്കണം, കംപ്ലീറ്റിംഗ് റിക്വസ്റ്റ് റെക്കോർഡ്സ് അതിനനുസരിച്ചുള്ള അപേക്ഷകളെല്ലാം അതെല്ലാം കംപ്ലീറ്റ് ചെയ്യിപ്പിക്കണം. അതിന് ഷിഫ്റ്റിംഗ് പേഷ്യൻസ് അതിനുശേഷം ഷിഫ്റ്റ് ചെയ്യണം അല്ലെ, ഏതൊരു പ്ലേസിലേക്കാണോ, ഏതൊരു ഡിപ്പാർട്ട്മെന്റിലേക്കാണോ, അല്ലെങ്കിൽ ഏതൊരു ഹോസ്പിറ്റലിലേക്കാണോ, അതല്ലെങ്കിൽ ഹോമിലേക്കാണോ അവിടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന പ്രവർത്തനമാണ് ട്രാൻസ്ഫർ എന്നതിന് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? സ്പീഡിലാണെങ്കിൽ കാര്യങ്ങൾ മനസ്സിലായോ? ാണോ? എന്തെങ്കിലും മനസ്സിലായോ? അപ്പൊ നമുക്ക് എന്താണ് നമ്മളുടെ കണ്ടിന്യൂവേഷനിലേക്ക് പോവാം. ട്രാൻസ്ഫർ പേഷ്യന്റ് എന്താന്നുള്ളത് മെയിൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇനി അടുത്തത് വരാനുള്ളത് പർപ്പസ് ആണ്, ഇതിന്റെ ഉദ്ദേശങ്ങൾ എന്താണെന്നുള്ളത്. അപ്പൊ അതിലെന്താണ് ഫസ്റ്റ് നമ്മൾ പറയുന്നത്, ടു ഗെറ്റ് നെസസറി ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആൻഡ് പ്രൊസീജിയർ. അതായത് അതിൽ തന്നെ പറയുന്നത് രോഗനിർണയവും അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുമാണ് ഫസ്റ്റ് ഉദ്ദേശം. ചിലപ്പോ ഒരു ഇവിടെയൊക്കെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് കണ്ടുപിടിക്കാത്തത് കുറച്ചും കൂടിയും ഭേദപ്പെട്ട ഹോസ്പിറ്റലിലേക്കൊക്കെ കൊണ്ടുപോയിട്ട് ടെസ്റ്റിന് വിധേയമാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യും. അപ്പൊ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിന് വേണ്ടിയിട്ടും അതിന്റെ നടപടികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യാം. ടു പ്രൊവൈഡ് ട്രീറ്റ്മെന്റ് ആൻഡ് നഴ്സിംഗ് കെയർ, അതായത് നല്ലൊരു ചികിത്സ അല്ലെ, ഒരു നഴ്സുമാരുടെ കെയർ. ഓക്കെ, ഡെഫിനിഷനിലൂടെ പറയാം. ഡെഫിനിഷനിൽ പറയുന്നത് ട്രാൻസ്ഫർ എന്താണെന്നുള്ളതാണ് ഡെഫിനിഷനിൽ പറയുന്നത്. ട്രാൻസ്ഫർ പേഷ്യന്റ് അല്ല, ട്രാൻസ്ഫർ എന്താണെന്നുള്ളതാണ്. അപ്പൊ അതായത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എന്താണെന്നുള്ള കാര്യമാണ് പറയുന്നത്. ട്രാൻസ്ഫർ ഇസ് ഡിഫൈൻഡ് ആസ് പ്രിപ്പയറിംഗ് പേഷ്യൻസിന്റെ മുന്നോട്ടി. അപ്പൊ ഒരു ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ കൊണ്ടുപോകുന്നതാണ്. പേഷ്യന്റിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ ആ പേഷ്യന്റിനെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം, സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ അല്ലെ, വിളിക്കണം. അതായത് നമ്മള് ചിലപ്പോൾ എല്ലാ ബിപി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോട്ട് ചെയ്ത് ഓക്കെ ഇപ്പൊ ഇവിടെ ചികിത്സിച്ച രീതിയിൽ ഇന്ന കാര്യങ്ങളൊക്കെ ആണ് വിലയിരുത്തിയേക്കുന്നത് എന്നുള്ള നടപടിക്രമങ്ങളെല്ലാം അത് തയ്യാറാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ എന്താണ് കംപ്ലീറ്റിംഗ് റിക്വസ്റ്റ് റെക്കോർഡ്സ്, അവരുടെ റെക്കോർഡുകളെല്ലാം അല്ലെ, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോകുന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം ആരാണ്? ഈ ഹോസ്പിറ്റലിൽ തന്നെ അത് അതിന്റെ ലീഗൽ ആക്ഷൻസ് ഒക്കെ വരും. അപ്പൊ ഇവർക്ക് കൃത്യമായ രേഖകൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ഇങ്ങനെ ഒഴുകി ഇത്ര ടൈമിൽ എവിടെ ഉണ്ടായിരുന്നു, ഈ സമയത്ത് ഇവർ രേഖപ്പെടുത്തിയ ചികിത്സകളെല്ലാം ഇതാണ്, പ്രഷർ എങ്ങനെയാണ്, ഷുഗർ എങ്ങനെയാണ്, വളരെ കൃത്യമായിട്ടുള്ള റെക്കോർഡ്സ് അവിടെ ഉണ്ടായിരിക്കണം. അതിന്റെ ഒരു കോപ്പി ആക്ച്വലി ഇവർക്കൊപ്പം കൊടുത്തുവിടും. അതോടൊപ്പം തന്നെ ഒരു കോപ്പി ആ ഒരു ഹോസ്പിറ്റലിൽ എവിടെയായിരുന്നോ ചികിത്സിച്ചുകൊണ്ടിരുന്നത് അതിൽ അവരെ സേഫായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് ട്രാൻസ്ഫറിൽ വരുന്നത്. നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു പേഷ്യന്റിനെ മറ്റൊരു ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രിപ്പറേഷൻ അതുണ്ടായിരിക്കണം. കംപ്ലീറ്റ് റിക്വസ്റ്റ് റെക്കോർഡ്, അവരെ അപേക്ഷകൾ എന്തെങ്കിലും ചിലപ്പോഴെങ്കിലും ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഒരു പക്ഷെ പേഷ്യൻസിന്റെ റിലേറ്റീവ്സ് ആവശ്യപ്പെടുന്നതാണെങ്കിൽ ആ ഒരു റിക്വസ്റ്റ് അപേക്ഷ ഫോമൊക്കെ കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം. അത് അവരുടെ എഴുതി തന്നെ തയ്യാറാക്കി തരാനൊക്കെ ആയിട്ട് അവർ ആവശ്യപ്പെടും. ഡോക്ടേഴ്സ് ആണ് പറയുന്നെങ്കിൽ ഡോക്ടേഴ്സ് എഴുതി തന്നെ തയ്യാറാക്കിയിരിക്കും ഈ പേഷ്യന്റിനെ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടതാണ് എന്നുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള റെക്കോർഡ്സ് എല്ലാം കൃത്യമായിട്ട് കൈകാര്യം ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. ആൻഡ് ഷിഫ്റ്റിംഗ് പേഷ്യന്റ് ടു അനദർ ഡിപ്പാർട്ട്മെന്റ് വിത്ത് ദ ഹോസ്പിറ്റൽ ഓർ ടു അനദർ ഹോസ്പിറ്റൽ ഓർ ഹോം. അതിനുശേഷമാണ് ഈ ഷിഫ്റ്റിംഗ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അത് എവിടേക്കൊക്കെ ആയിരിക്കാൻ പറ്റും, ഒന്നില്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലേക്ക് ആയിരിക്കും, അതല്ലെങ്കിൽ എന്താണ് ഹോസ്പിറ്റൽ അന്നത്തെ ഹോസ്പിറ്റലിലേക്ക് ആയിരിക്കും, വേറെ ഏതെങ്കിലും സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റലിലേക്ക് ആയിരിക്കും, അതല്ലെങ്കിൽ വീട്ടിലേക്ക് അല്ലെ ചികിത്സയോട് പ്രതികരിക്കുന്നില്ലെങ്കിൽ കാര്യങ്ങളൊക്കെ വരുന്ന പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവരെ വീട്ടിലേക്ക് പറഞ്ഞിരുന്ന ഒരു പ്രോസസ്സാണ് ട്രാൻസ്ഫർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ?
സ്പീഡ് പറയുമ്പോ എന്താ പറയുന്നതെന്ന് ക്ലിയർ ആയില്ല എന്നാണ്. സ്പീഡ് കുറച്ച് പറയാനാണോ ഉദ്ദേശിച്ചത്? ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസിന്റെ ഒരു ഇത് നിങ്ങൾ എന്താണെന്ന് അറിയില്ല. ചില ക്ലാസ്സിൽ എന്റെ സ്പീഡ് വലിയ പ്രശ്നമില്ല എന്ന് പറയുന്നുണ്ട്. ശരി, ഇവിടെ എന്താണെന്ന് അറിയില്ല. ഇങ്ങനെ എന്റെ സ്പീഡ് കുറയ്ക്കാനായിട്ട് പറയാറുണ്ട്. അപ്പൊ ഞാൻ നോക്കാം, എന്തായാലും സ്പീഡ് കുറച്ച് നോക്കാം. ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഒരു പേഷ്യന്റിനെ നമ്മളൊരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞയക്കേണ്ടതുണ്ടെങ്കിൽ, അങ്ങനെ പറഞ്ഞയക്കണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ഡോക്ടേഴ്സ് പറയണം ഈ വ്യക്തിക്ക് ഇവരുടെ ചികിത്സ പോരാ എന്നുള്ളത്. അത് അദ്ദേഹം പറഞ്ഞ് തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കണം. ആ ഒരു റിട്ടേൺ ഡോക്യുമെന്റിൽ അദ്ദേഹം തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കണം ഈ പേഷ്യന്റിന് ഇവരുടെ ചികിത്സാ സമ്പ്രദായം പോരാ, മറ്റൊരു ഫെസിലിറ്റിയുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടതാണ്. അതല്ലെങ്കിൽ എന്താണ്, പേഷ്യന്റിന്റെ റിലേറ്റീവ്സ് ചിലപ്പോൾ മതിയായ ഒരു ട്രീറ്റ്മെന്റ് ഇവിടുന്ന് കിട്ടുന്നില്ല എന്നുള്ള കൺസിഡറേഷനിൽ അവർക്ക് പരിഗണന മാനിച്ചുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിനോട് റിക്വസ്റ്റ് ചെയ്യാം, എന്താണ് ഞങ്ങൾക്ക് ഈ പേഷ്യന്റിനെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പൊ അവരൊരു റിക്വസ്റ്റ് അപേക്ഷ തയ്യാറാക്കി കൊടുത്തിട്ടുണ്ടാവും. അത് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് അവരുടെ സൈനും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കും. അപ്പൊ ഇതില് പറയുന്ന ഒരു കാര്യം പ്രിപ്പയറിംഗ് പേഷ്യൻസ് ആണ്. ആദ്യം പറയുന്നത് ഒരു ട്രാൻസ്ഫർ എന്ന് പറയുന്ന കാര്യം വരുമ്പോൾ ആദ്യം തന്നെ ഈ പേഷ്യന്റിനെ പ്രിപ്പയർ ചെയ്യും. എന്താണ് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ ചിലപ്പോ ചില എന്താണ് എക്യുപ്മെന്റ്സോട് കൂടിയിട്ട് മാത്രമേ ഈ പേഷ്യൻസിനെ കൊണ്ടുപോകാൻ സാധിക്കൂ. ഇൻ കേസ് എന്താണ് നമുക്ക് സാധാരണ നോർമലി ഇവർക്ക് ശ്വസിക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷനൊക്കെ ആണെങ്കിൽ എന്താണ് അവർക്ക് ഓക്സിജൻ സിലിണ്ടറിന്റെ ഒക്കെ സഹായത്തോടുകൂടി മാത്രമേ മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കൂ. അപ്പൊ ആ പേഷ്യന്റിന് എല്ലാ കാര്യങ്ങളും അതിനു വേണ്ടിയിട്ട് തയ്യാറാക്കേണ്ടതുണ്ട്. ചില പേഷ്യൻസിന്റെ സ്വഭാവ രീതി അനുസരിച്ചിട്ടിരിക്കും. അല്ലെ, പേഷ്യൻസ് ചിലർക്ക് കുഴപ്പമില്ല, നോർമലി പ്രശ്നമില്ലാത്തവരായിരിക്കാം. അതല്ലെങ്കിൽ ഏതാണോ പ്രോബ്ലം, എന്ത് പ്രോബ്ലം ആണോ ഈ പേഷ്യന്റിന് ഉള്ളത്, ആ പ്രോബ്ലമായി റിലേറ്റ് ചെയ്തിട്ടുള്ള മാറ്റേഴ്സുകളെല്ലാം കൂടി ഉൾപ്പെടുത്തി ഈ രോഗിയെ തയ്യാറാക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ ആ ഒരു ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റിൽ ഇരിക്കുമ്പോൾ അവർക്ക് കുറച്ച് കാര്യങ്ങളല്ലേ അവരുടെ അപ്പോഴത്തെ സ്റ്റേജ്, ഇപ്പൊ ആ സമയം അനുസരിച്ച് ആ ടൈം വരെ കീപ്പ് ചെയ്തിട്ടായിരിക്കും അവരെ റെക്കോർഡ് ചെയ്യുക. അതായത് ഈ സമയത്ത് എത്രയും ഷുഗർ അല്ലെങ്കിൽ ഇത്രയും പ്രഷർ, ഇത്രയും ഈ സംഭവങ്ങളൊക്കെയാണ്, ഓക്സിജന്റെ അളവ് ഇത്രയൊക്കെ അവര് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടൊക്കെയാണ് ഈ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുകയുള്ളൂ. അപ്പൊ മതിയായ എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ മതിയായ ചികിത്സയുടെ റെക്കോർഡ്സുകളെല്ലാം ഇവര് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. അത് നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്നത് മതിയായ റിക്വസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അപേക്ഷ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടറിന്റെ അപേക്ഷയാവാം, അതല്ലെങ്കിൽ പേഷ്യന്റ് റിലേറ്റീവിന്റെ അപേക്ഷയാകാം, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷന്റെ ബേസിൽ ഒരു തീരുമാനമെടുത്ത ഒരു കാര്യം മറ്റേ ഹോമിലേക്ക് പറഞ്ഞേക്കുന്നത് അത്തരത്തിലുള്ള റെക്കോർഡ്സുകൾ അവർ മസ്റ്റായിട്ടും സൂക്ഷിച്ചിട്ടുണ്ടാവണം. അതിനുശേഷമാണ് ഇവരെ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക്, മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക്, അതായത് ഹോസ്പിറ്റലിന്റെ അകത്ത് തന്നെയുള്ള മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്കോ വേറെ ഹോസ്പിറ്റലിലേക്കോ ഹോമിലേക്കോ പറഞ്ഞയക്കുകയുള്ളൂ എന്നുള്ളത്. ക്ലിയർ ആയോ? ഓക്കെ ആയോ? മനസ്സിലായില്ല എന്നുണ്ടോ? മനസ്സിലായില്ലാത്തതൊന്ന് ഹാൻഡ്സ് അപ്പ് ചെയ്യാമോ? ഈ കാണാൻ പറ്റുന്നില്ലല്ലോ. നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി എന്തെങ്കിലും ഉണ്ടായെങ്കിൽ. കാരണം ഇവിടെ മൊത്തത്തിൽ ഈ പേജ് വരുന്ന കാരണം കൊണ്ട് ആരെയും ഇത് കറക്റ്റ് ആയിട്ട് കാണാൻ സാധിക്കില്ല. ഇടയ്ക്ക് ഒന്ന് രണ്ട് പേരൊക്കെ എന്തെങ്കിലും മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ മെസ്സേജ് അയക്കുക. തന്നെ പറയുന്നുണ്ട്. ഇനി ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ? പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഞാൻ സ്പീഡ് കുറച്ച് തന്നെ പോവാം. ഓക്കെ, ഇനി പർപ്പസ് എന്ന് പറയുന്നത് അതിന്റെ ഉദ്ദേശങ്ങൾ. നമ്മളിപ്പോ ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ, പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യണമെന്നേ പറഞ്ഞതിന്റെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് പറയുന്നത് ടു ഗെറ്റ് നെസസറി ഡയഗ്നോസ്റ്റിക്. നമ്മളൊരു രോഗനിർണയം നടത്താനായിട്ട് ഒരു പേഷ്യന്റിനെ ചികിത്സിക്കുമ്പോൾ അവര് ഡോക്ടേഴ്സിന് അല്ലെ അവർക്ക് മതിയായിട്ട് അവരുടെ രോഗം നിർണ്ണയിക്കാനായിട്ട് സാധിക്കുന്നില്ല എങ്കിലും ഒരു ഫിനാൻഷ്യലി വലിയ പ്രശ്നമൊന്നുമില്ല, ചില കുറച്ചും കൂടി സൗകര്യമുള്ള ഹോസ്പിറ്റലൊക്കെ ഉണ്ടായിരിക്കും.
അപ്പൊ ആ ഹോസ്പിറ്റലിൽ മതിയായ ഫെസിലിറ്റീസ് ഒന്നും ഇല്ല എന്ന് ഡോക്ടേഴ്സിന് തന്നെ മനസ്സിലാക്കുകയാണെങ്കിൽ അവരെ പറഞ്ഞു വിടും. അതായത് നിങ്ങൾക്ക് മറ്റൊരു സ്ഥലത്ത് പോയി എന്താണ് ടെസ്റ്റും കാര്യങ്ങൾ ഇന്ന സെന്ററുകളിൽ ഇതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതിനുള്ള സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലാണ് അത്. അപ്പൊ അവിടെ പോയി നിങ്ങൾക്ക് രോഗനിർണയം നടത്താം എന്നുള്ള കാര്യത്തിന് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യും. To get a necessary diagnostic test and procedure. Then to provide treatment and nursing care. നമ്മൾ മറ്റൊരു കാര്യം മറ്റൊരു ഉദ്ദേശം എന്ന് പറയുന്നത് ഈ വ്യക്തികളെ ട്രീറ്റ്മെന്റ് അല്ലെ നമുക്ക് ഒരു ചികിത്സ കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ കൂടുതൽ കെയർ കൊടുക്കാൻ പറ്റും. നമ്മൾ സാധാരണ ഒരു ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ ഇച്ചിരി കൂടി കെയർ കൊടുക്കേണ്ട ഒരു വ്യക്തിയാണ് ഈ പേഷ്യന്റ്. ഇച്ചിരി കൂടെ കിടന്ന് ഒരു 3-5 ദിവസം ഇത്തരം സൗകര്യങ്ങൾ കൂടി കിട്ടിയിട്ട് ഈ വ്യക്തി സൂക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന് ബോധ്യപ്പെട്ടാലും എന്താണ് ഈ വ്യക്തിയെ ഇങ്ങനെ വേറെ പ്ലേസിലേക്ക് പറഞ്ഞു വിടാനായിട്ടുള്ള സാധ്യതയുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞു മതിയായ സൗകര്യമില്ലാതെ ഡോക്ടേഴ്സ് പറയും ഇന്ന സ്ഥലത്ത് നിങ്ങളുടെ രോഗനിർണയം നടത്താനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതേമാതിരി തന്നെ എന്താണ് ഒരു പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റ് അവരുടെ ചികിത്സ അത് ഇത്തിരി കൂടി നല്ല കാര്യങ്ങൾ ഇച്ചിരി കൂടി നല്ല ചികിത്സ അല്ലെങ്കിൽ നഴ്സിംഗ് കെയർ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആ ഹോസ്പിറ്റലിൽ തിരഞ്ഞെടുക്കാവുന്നതെന്നൊക്കെ പറഞ്ഞ് ഡോക്ടേഴ്സിനെ പറഞ്ഞു വിടാം. ഇപ്പൊ ഇൻ കേസ് പേഷ്യൻസിന്റെ റിലേറ്റീവ്സും ആവശ്യപ്പെടാം. ഞങ്ങൾക്ക് ഇവിടെ മതിയായ സൗകര്യമാണെന്ന് തോന്നുന്നില്ല, ഞങ്ങൾക്ക് എന്താണ് പേഷ്യന്റിനെ കൊണ്ടുപോയി ഇന്ന സ്ഥലത്ത് ചികിത്സിക്കേണ്ടതാണ്, അവിടെയാണ് നമുക്ക് എന്താ പറയാ ഇത്തിരി കൂടി കോൺഫിഡൻസ് ഉള്ളത് ഇത്തിരി കൂടി വിശ്വാസയോഗ്യമായ ചികിത്സ കിട്ടുന്നതിനൊക്കെ തോന്നിയിട്ട് അവരും ആവശ്യപ്പെടും. നെക്സ്റ്റ് ടു പ്രൊവൈഡ് സ്പെഷ്യലൈസ്ഡ് കെയർ. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റലാണ്. ഇപ്പോഴത്തെ കാലത്ത് നമുക്കറിയാം എല്ലാത്തിനും അല്ലെ ന്യൂറോ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽ ഉണ്ടാവും, കാർഡിയോളജിക്കൽ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽ ഉണ്ടാവും. അപ്പൊ ഓരോന്നിനും പ്രത്യേകം വിഭാഗങ്ങൾ ഉണ്ടാവും. എന്തെങ്കിലും രോഗനിർണയം കണ്ടെത്തി കഴിയുമ്പോൾ അവർ മനസ്സിലാവുകയാണ് ഇതാണ് അല്ലെ ഹെർട്ടിനെ സംബന്ധിച്ച ഒരു രോഗമാണ്, അല്ലെങ്കിൽ ന്യൂറോയുമായി ബന്ധപ്പെട്ട ഒരു രോഗമാണ്, അല്ലെങ്കിൽ നെഫ്രോയുമായി ബന്ധപ്പെട്ട ഒരു രോഗമാണ്. അപ്പൊ ഏതെങ്കിലും രോഗമാണെന്ന് കണ്ടെത്തുമ്പോൾ അതിന് പേര് കേട്ട ഡോക്ടേഴ്സിനെ കാണണമെന്ന് ചിലപ്പോൾ ഒരു ഫാമിലിക്ക് അല്ലെ അവരുടെ ഫാമിലിക്ക് ചിലപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ അവർ സ്പെഷ്യലൈസ്ഡ് കെയർ കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോകാനായിട്ട് താല്പര്യപ്പെടും. ഓക്കെ, ഒരു സ്പെഷ്യലൈസ്ഡ് കെയർ കിട്ടാൻ വേണ്ടിയിട്ട് അതുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റ് മാത്രമുള്ളതിന് ഒന്ന് നമ്മൾ രോഗനിർണയം നടത്താൻ ചിലപ്പോൾ സ്പെഷ്യൽ ചികിത്സ കിട്ടാൻ വേണ്ടി പോകും. അത് മാത്രമല്ല ഇച്ചിരി കൂടി ചികിത്സ കിട്ടണമെന്ന് തോന്നുമ്പോൾ അങ്ങനെ പോകാം. ഇത് സ്പെഷ്യലൈസ്ഡ് കെയർ. നമുക്ക് രോഗനിർണയം നടത്തി ഓക്കെ ഇതാണ് രോഗമെന്ന് കണ്ടുപിടിച്ചു, അപ്പൊ അവർക്ക് മനസ്സിലാകുകയാണ് ഇതിന് പേര് കേട്ട ഡോക്ടർ ഇതിന് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ അതാണ്, ഇത് നമുക്ക് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാമെന്ന് തോന്നിയിട്ട് ട്രാൻസ്ഫർ ചെയ്യും. നെക്സ്റ്റ് എന്താണ് പ്ലേസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ യൂട്ടിലൈസേഷൻ ഓഫ് അവൈലബിൾ പേഴ്സണൽ ആൻഡ് സർവീസസ്. അതായത് നമ്മൾ ഇപ്പൊ ഒരു ചികിത്സ ഇപ്പൊ രോഗനിർണയമൊക്കെ നടത്തി കഴിയുമ്പോൾ നമുക്ക് തീരുമാനിക്കുകയാണ് നമുക്ക് ഇച്ചിരി കൂടി സ്യൂട്ടബിൾ അല്ലെ, നമുക്ക് ഇത്തിരി കൂടി വാഹന സൗകര്യം വീടിനോട് നിയറസ്റ്റ് ആയിട്ടുള്ള പൈസ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് ഇന്ന ഹോസ്പിറ്റലാണ് അല്ലെ. ചിലർക്ക് ഒരുപാട് ദിവസം കിടത്തി ചികിത്സിക്കാനൊക്കെ വരുമ്പോഴും അവിടെ നിൽക്കാനും ഒക്കെ ആൾക്കാരുടെ ആവശ്യമുണ്ട്. അപ്പൊ അതിന് അനുയോജ്യമായ സ്ഥലം തിരഞ്ഞെടുക്കാനുള്ള സാധ്യതയുണ്ട്. അതിനനുസരിച്ചിട്ട് ട്രാൻസ്ഫർ പേഷ്യന്റ് വരാനുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ് എന്താണ് ടു മാച്ച് സെവറേറ്റ് ഓഫ് നേഴ്സിംഗ് കെയർ ബേസ്ഡ് ഓൺ പേഷ്യന്റ് സെലക്ഷൻ ഓഫ് നീഡ്സ് ആൻഡ് പ്രോബ്ലംസ്. അതായത് ഇതിന്റെ ഒരു സെവറേറ്റ് എന്ന് പറയുന്നത് സേവനം തന്നെയാണ്. എന്താണ് ഓരോ പേഷ്യന്റിനെ സംബന്ധിച്ച് അവരുടെ ആവശ്യം അല്ലെങ്കിൽ അവരുടെ പ്രോബ്ലം അതിനെ ബേസ് ചെയ്തിട്ട് നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ ഫാമിലി ബേബി കൊണ്ടുപോകാൻ ചിലപ്പോൾ ഒരു പക്ഷേ ആ പേഷ്യന്റ് എന്താണ് എന്തെങ്കിലും മെഡിസിൻസ് ഒക്കെ കൊടുക്കുമ്പോൾ അതിനോടൊന്നും പ്രതികരിക്കുന്നില്ല എങ്കിലും എന്താണ് അതിന്റെ ആ ഒരു ആവശ്യം ഓക്കെ ഒരു ശാന്തമായ ഒരു അന്തരീക്ഷമാണ് ഒരുപക്ഷെ ആവശ്യപ്പെടുന്നത്, മതിയായ സൗകര്യങ്ങളെല്ലാം വീട്ടിലെ ഫെസിലിറ്റീസ് ഒക്കെ അനുവദിച്ചിട്ട് നമുക്ക് നോക്കാം എന്നുള്ള ഒരു കണ്ടീഷനൊക്കെ എടുക്കാം. അങ്ങനെയുള്ള രീതിയിൽ ട്രാൻസ്ഫർ പേഷ്യന്റ് നടത്താമല്ലോ. ഓക്കെ, അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് ട്രാൻസ്ഫർ പേഷ്യന്റ് വരാറുണ്ട്. ഒന്ന് രോഗനിർണയത്തിന് വേണ്ടിയിട്ടാകാം, അല്ലെങ്കിൽ ഇത്തിരി കൂടി കെയർ ട്രീറ്റ്മെന്റ്. ഇപ്പൊ പെട്ടെന്ന് ഒരു എമർജൻസിക്ക് ഒരു ആക്സിഡന്റ് ഒക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുക. അപ്പൊ അവിടെ ചിലപ്പോൾ ഒരു പക്ഷേ കൂടി നമ്മൾ ജസ്റ്റ് ഫസ്റ്റ് എയ്ഡ് ഒക്കെ കൊടുത്തിട്ട് ഇച്ചിരി കൂടി ട്രീറ്റ്മെന്റ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നഴ്സിംഗ് കെയർ കിട്ടാനൊക്കെ വേണ്ടിയിട്ട് ഇച്ചിരി കൂടി നല്ല ഹോസ്പിറ്റലിലേക്കൊക്കെ കൊണ്ടുപോകും. അപ്പൊ അത്തരത്തിലൊക്കെ അല്ലെ ട്രാൻസ്ഫർ പേഷ്യന്റ് എന്ത് തന്നെയാണെങ്കിലും ആവാം, അല്ലെങ്കിൽ രോഗനിർണയത്തിന് വേണ്ടിയാകാം, അല്ലെങ്കിൽ ഇത്തിരി കൂടി ചികിത്സ നല്ലത് കിട്ടാൻ വേണ്ടിയിട്ടാവാം, അതല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റൽ തിരഞ്ഞെടുക്കുമ്പോൾ ട്രാൻസ്ഫർ പേഷ്യന്റ് വരാം, അതല്ലെങ്കിൽ എന്താണ് അവൈലബിൾ സർവീസ് നമുക്കുള്ള ആ ഒരു
സേവനം അത് അത്രയും അനുയോജ്യമായിട്ടുള്ള ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റൽ, അത് മാത്രമല്ല വീടിന് നിയറസ്റ്റ് ഒക്കെ ആയിട്ടുള്ള പ്ലേസ് തിരഞ്ഞെടുത്തിട്ട് ട്രാൻസ്ഫർ പേഷ്യന്റ് നടത്താം. അതല്ലെങ്കിൽ എന്താണ് ഒപ്പീനിയൻ അല്ലെ, ഡോക്ടേഴ്സിന്റെയും റിലേറ്റീവ്സിന്റെയും ഒരു ഒപ്പീനിയൻ, ഒരു കമ്മ്യൂണിക്കേഷന്റെ ബേസിൽ വേണമെങ്കിൽ എന്താണ് അവരുടെ ആവശ്യം, രോഗിയുടെ ആവശ്യം അനുസരിച്ചിട്ട് ട്രാൻസ്ഫർ പേഷ്യന്റ് നടത്താറുണ്ട്. ഇത്തരത്തിലുള്ള ഇതാണ് പർപ്പസിൽ വരുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. കണ്ടിന്യൂ ചെയ്തോട്ടെ. പിന്നെ നമുക്ക് നെക്സ്റ്റ് ഉള്ളത് ഇങ്ങനെയുള്ള ഭാഗങ്ങളെല്ലാം സിമ്പിൾ ആണ്, കാരണം നമ്മൾ പറഞ്ഞ ആശയങ്ങളൊക്കെ തന്നെയാണ് ഇനി കണ്ടിന്യൂവേഷൻ ആയിട്ട് വരുന്നത്. ഇതിൽ ടൈപ്സ് ഓഫ് ട്രാൻസ്ഫർ പേഷ്യന്റ് ആണ് നെക്സ്റ്റ് വരുന്നത്. അതിൽ നമ്മൾ കണ്ടതാണ് ഇന്റേണൽ ട്രാൻസ്ഫർ, എക്സ്റ്റേണൽ ട്രാൻസ്ഫർ അല്ലെ. ഇന്റേണൽ ട്രാൻസ്ഫർ ആയിട്ട് ഇവിടെ ഫസ്റ്റ്ലി തന്നെ നമ്മൾ പറഞ്ഞു അതായത് ഹോസ്പിറ്റലിനകത്തും പുറത്തേക്കും അല്ലെ, എക്സ്റ്റേണൽ ട്രാൻസ്ഫർ. അപ്പൊ അതെന്താണ് ഇന്റേണൽ ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ ടു ട്രാൻസ്ഫർ ദ പേഷ്യന്റ് ഇൻ എ യൂണിറ്റ് ദാറ്റ് പ്രൊവൈഡ്സ് സ്പെഷ്യൽ കെയർ ഓർ കെയർ സ്യൂട്ടഡ് ടു ഹിസ് എക്യുപ്മെന്റ്സ്. എക്സാമ്പിൾ ജനറൽ വാർഡ് ടു ICU. അതായത് ഒരു ഹോസ്പിറ്റലിന്റെ അകത്ത് തന്നെ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. നമ്മൾ സാധാരണ ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്ന് അഡ്മിഷൻ കിട്ടി ജനറൽ വാർഡിലേക്ക് കൊണ്ടുവന്ന് അഡ്മിഷൻ കഴിച്ചു. അപ്പൊ ആ പേഷ്യന്റിന് ഇത്തിരി ക്രിട്ടിക്കൽ ആയിട്ടുള്ള സ്റ്റേജിൽ വരുമ്പോൾ എന്താണ് അവരെ ICUലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ രോഗനിർണയമൊക്കെ നടത്തിയതിനു ശേഷം ചിലപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഹോസ്പിറ്റൽ തന്നെ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യും. അതെല്ലാം എന്താണ് ഇന്റേണൽ ട്രാൻസ്ഫർ, ഹോസ്പിറ്റലിനുള്ളിൽ തന്നെയാണ് അത് ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ടു ട്രാൻസ്ഫർ ദ പേഷ്യന്റ് ഇൻ എ യൂണിറ്റ് ദാറ്റ് പ്രൊവൈഡ്സ് സ്പെഷ്യൽ കെയർ, ഒരു യൂണിറ്റ് അല്ലെ അവിടെ സ്പെഷ്യൽ കെയർ കിട്ടാൻ വേണ്ടിയിട്ട്, ഓർ കെയർ സ്യൂട്ടഡ് ടു ഹിസ് റിക്വയർമെന്റ്സ്, അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ റിക്വയർമെന്റ്സ് ആവശ്യമനുസരിച്ചിട്ട് അദ്ദേഹത്തിന് കൂടി ചികിത്സ വേണം, കൂടി കെയർ വേണം എന്നുള്ള ആവശ്യമനുസരിച്ചിട്ട് നമ്മൾ എന്താണ് വാർഡിൽ നിന്ന് ICUലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതെല്ലാം ഇന്റേണൽ ട്രാൻസ്ഫർ ആണ്. then external transfer നമ്മൾ നേരത്തെ കണ്ട പോയിന്റ്സിലെല്ലാം നമ്മൾ ബേസ് ചെയ്തിരുന്നു. എക്സ്റ്റേണൽ ട്രാൻസ്ഫർ എന്താണുള്ളത്? എക്സ്റ്റേണൽ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ടു ട്രാൻസ്ഫർ ദ പേഷ്യന്റ് ഫ്രം one hospital to another hospital for the purpose of special care. Example from general hospital to specialized hospital, cancer center. അതായത് നമുക്ക് അല്ലെ ഒരു പേഷ്യന്റിന്റെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അത് എക്സ്റ്റേണൽ ട്രാൻസ്ഫർ ആണ്. അത് എന്താണ് നമ്മളൊരു ജനറൽ ഹോസ്പിറ്റലിലേക്ക് അഡ്മിഷൻ ഒക്കെ മേടിച്ച് നമ്മൾ അവിടെയൊക്കെ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ്, രോഗനിർണയം നടത്തിയപ്പോഴാണ് സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റലിലേക്ക് പോകണമെന്നുള്ള താല്പര്യം വരുന്നത് അല്ലെ. ഇപ്പൊ എന്താണ് രോഗനിർണയം നടത്തിയത്, ആ രോഗവുമായി ബന്ധപ്പെട്ട സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലിലേക്ക് പോകുന്ന രീതി വരുമ്പോൾ അതെല്ലാം എന്താണ് എക്സ്റ്റേണൽ ട്രാൻസ്ഫർ ആണ്. ഒരു എക്സാമ്പിൾ പറയുന്നത് ക്യാൻസർ സെന്ററിലേക്ക്. അപ്പൊ ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോയിന്റുകളൊക്കെ തന്നെയാണ്. ജസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കാം. ഇന്റേണൽ ട്രാൻസ്ഫർ എന്താണ്, എക്സ്റ്റേണൽ ട്രാൻസ്ഫർ എന്താണ്. കണ്ടിന്യൂ ചെയ്യാനോ? ക്ലിയർ അല്ലേ? ഇന്റേണൽ ട്രാൻസ്ഫർ എന്താണ്, എക്സ്റ്റേണൽ ട്രാൻസ്ഫർ എന്താണുള്ളത്? ഇനി നമുക്ക് നോക്കാനുള്ളത് ട്രാൻസ്ഫർ വിത്തിൻ ദ ഹോസ്പിറ്റൽ. നമ്മൾ പറഞ്ഞ ട്രാൻസ്ഫർ രണ്ട് തരത്തിലുള്ള ട്രാൻസ്ഫർ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അത് ഇന്റേണലും എക്സ്റ്റേണൽ ആണെന്നും പറഞ്ഞു. ഇനി ഈ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് ഉള്ളിൽ അതായത് ഹോസ്പിറ്റലിനകത്ത് തന്നെ നമ്മൾ ട്രാൻസ്ഫർ നടത്തുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കുറച്ച് മാറ്റേഴ്സ് ആണ്. ഇന്റേണൽ ട്രാൻസ്ഫറും എക്സ്റ്റേണൽ ട്രാൻസ്ഫറും കിട്ടിയില്ല. ഇന്റേണൽ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞത് ഞാൻ നേരത്തെ ഇൻട്രൊഡക്ഷൻ തുടങ്ങി ഇവിടെ വരെ പറഞ്ഞ മാറ്റേഴ്സ് ഒക്കെ തന്നെയാണ്. ഇന്റേണൽ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിന്റെ അകത്ത് ചികിത്സ, അതായത് അവിടെ നമ്മൾ പരിചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജനറൽ വാർഡിലേക്ക് നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുത്ത് പരിശോധിച്ചുകൊണ്ടിരിക്കാതെ തന്നെയാണ് അദ്ദേഹത്തിന് ക്രിട്ടിക്കൽ സ്റ്റേജ് ആവുന്നത്. അപ്പൊ എന്താണ് ഓട്ടോമാറ്റിക്കലി എന്താണ് ഇച്ചിരി കൂടി കെയർഫുൾ ആയിട്ടൊക്കെ പരിചരണം വേണമെന്ന് ഡോക്ടേഴ്സ് തീരുമാനിക്കുകയും അത് പേഷ്യൻസിലേക്ക് അറിയിക്കുകയും ചെയ്യുന്നു. അവരെ ICUലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു.
അതെല്ലാം ഇന്ത്യയിലെ ട്രാൻസ്ഫർ ആണ്. അതുമാതിരി തന്നെ എന്താണ് വേറെ എന്തെങ്കിലും ഇപ്പൊ ഒരു വലിയ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം ഒരു രോഗനിർണയം കണ്ടെത്തി കഴിയുമ്പോൾ ഫിസിഷ്യനെ കണ്ടു കഴിയുമ്പോഴാണ് ഫിസിഷ്യൻ കുറച്ച് ടെസ്റ്റുകൾക്ക് നമ്മളെ വിധേയമാക്കുന്നത്. അപ്പൊ അതിന് ഇതിന് ചികിത്സയുമായി ബന്ധപ്പെട്ട് രോഗനിർണയമൊക്കെ നടത്തുന്നവര് എന്തെങ്കിലും കണ്ടുപിടിക്കാമോ അല്ലെ? അപ്പൊ കാർഡിയോളജിസ്റ്റുമായിട്ട് എന്തെങ്കിലും ഇതാണ് കണ്ടിട്ടുണ്ടെങ്കിൽ അവര് കാർഡിയോളജിസ്റ്റിനെ അപ്പൊ അവരുടെ ഡിപ്പാർട്ട്മെന്റിലിട്ട് അവരുടെ റെക്കമെൻഡേഷൻ വന്നിട്ടാണ് ഈ പേഷ്യൻസിന് ഇൻ കേസ് നമുക്ക് എന്താണ് നേരിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ നമുക്കറിയാലേ ആ ഡോക്ടേഴ്സിനെ കാണുന്നെങ്കിൽ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ എടുത്തിട്ടൊക്കെ സ്വമേധയെ പോകാൻ പറ്റാത്ത വ്യക്തികളെല്ലാം പോകുന്നത് അവരെ കണ്ട് വിസിറ്റ് ചെയ്യുന്നു. അതിനുശേഷം അവിടെയാണ് മാറ്ററെങ്കിൽ എന്താണ് പിന്നെ ആ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത്. സ്പെഷ്യൽ ഡിപ്പാർട്ട്മെന്റ് ആയിട്ടാണ് അവിടെ ആ ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കണമെങ്കിൽ പിന്നെ ആ ഡിപ്പാർട്ട്മെന്റിലാണ്. ഇപ്പൊ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ്, പൾമനോളജി ഡിപ്പാർട്ട്മെന്റ്, നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകളോട് കൂടിയ ഒരു വലിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടെ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിൽ ചെന്ന് നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുത്ത് ചികിത്സ നടത്തി എന്തെങ്കിലും ഡയഗ്നോസ് ചെയ്യുമ്പോൾ രോഗനിർണയം നടത്തി കഴിഞ്ഞാൽ നമ്മൾ വേറൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് വിടുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് ആ ഡിപ്പാർട്ട്മെന്റ് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ചികിത്സ കിട്ടുകയാണ്. അപ്പൊ അത് ഉള്ളിൽ തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ടൗൺ ഹോസ്പിറ്റലിൽ പോകുന്നവരാണ് നിങ്ങളെ ആരെങ്കിലും അല്ലെ ഏതെങ്കിലും പേഷ്യൻസിനെ കൊണ്ടുപോകുക അല്ലെങ്കിൽ സ്വന്തം ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് പോകുന്നതാണ്. അപ്പൊ നമ്മൾ എന്താണ് ഹോസ്പിറ്റലിൽ നമ്മൾ വിസിറ്റ് ചെയ്യും. ഡോക്ടർ ഓരോരുത്തർക്ക് അല്ലെ വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലേക്ക് പോവുകയാണെങ്കിൽ അവിടേക്ക് നമ്മൾ റെഫർ ചെയ്യും. നമ്മൾ അവിടെ കാണും. ഇപ്പൊ പേഷ്യന്റ് ഒക്കെ ആവുമ്പോൾ നമുക്കറിയാം അവിടെ അഡ്മിഷൻ ഉള്ള പേഷ്യൻസ് ആണ്. അവരെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അവരെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെ ട്രാൻസ്ഫർ ചെയ്യുകയാണ് എങ്കിൽ അത് ഇന്റേണൽ ട്രാൻസ്ഫർ ആണ്. ഈ ഹോസ്പിറ്റലിൽ നിലവിലുള്ള ഹോസ്പിറ്റലിൽ പുറത്തുള്ള വേറെ ഏതെങ്കിലും ഫെസിലിറ്റീസ് ഉള്ള ഹോസ്പിറ്റലിലേക്ക് വിടുകയാണെങ്കിൽ അത് എക്സ്റ്റേണൽ ട്രാൻസ്ഫർ ആണ്. അത്രയും ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി എന്താണ് ഇന്റേണൽ ട്രാൻസ്ഫർ എന്നും എക്സ്റ്റേണൽ ട്രാൻസ്ഫർ എന്നും. ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെയാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. അതിപ്പോ എന്താണ് വാർഡിൽ നിന്ന് ഐസിയിലേക്ക് ആവാം, ഒരു എന്താ വെച്ചാൽ വാർഡിൽ നിന്ന് ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലേക്ക് ആയാലും അത് ഇന്റേണൽ ട്രാൻസ്ഫർ ആണ്. മറ്റൊരു എന്താ പറയുക ചികിത്സിക്കാൻ പോയിരിക്കുന്ന ഹോസ്പിറ്റലിൽ നിന്നും പുറത്തേക്ക് എവിടേക്ക് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് എക്സ്റ്റേണൽ ട്രാൻസ്ഫർ ആണ്. ഓക്കെ, ശരി, ക്ലിയറായോ? ക്ലിയർ ആയോ? ഇനി ട്രാൻസ്ഫർ വിത്തിൻ ദ ഹോസ്പിറ്റലിന്റെ ഫെസിലിറ്റി, അത് ഇപ്പൊ നമ്മൾ പറഞ്ഞു ഉള്ളിൽ തന്നെയാണ്. അത് ഇത്രയും മാറ്റേഴ്സുകളും കൂടി ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടം കൂടി ക്ലിയർ ആവും. എന്താണ് വിത്തിൻ ദ ഫെസിലിറ്റി, ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെയാണ് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. അപ്പോ ഒരു ഹോസ്പിറ്റലിന്റെ ഉള്ളിലേക്ക് ചില വാർഡിൽ നിന്ന് നമ്മൾ ഐസിയിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ, അതല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ വരുന്ന കുറെ മാറ്റേഴ്സ് ആണ്. Check the doctor's order for transfer of a patient. A written declaration is required from the doctor. അപ്പൊ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ആ ഡോക്ടർ പറയുകയാണ് നിങ്ങൾ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകണം, അങ്ങനെയൊക്കെ എന്തെങ്കിലും എന്തായാലും തീർച്ചയായിട്ടും പറയുകയാണെങ്കിൽ നമ്മൾ എന്താണ് അവിടെ നിന്ന് ഡോക്ടറിൽ നിന്ന് കൃത്യമായിട്ട് എഴുതി തയ്യാറാക്കി എഴുതുന്നതായിരിക്കണം. written declaration is required from the doctors. ഡോക്ടറിൽ നിന്ന് അപേക്ഷ കൃത്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് ഡോക്ടർ പറഞ്ഞിരിക്കുന്ന ആ മാറ്റേഴ്സ് ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഒരു ഡോക്യുമെന്റ് ഇവര് കൃത്യമായിട്ട് തന്നെ മേടിച്ചിരിക്കണം. ഇത് പേഷ്യൻസിനോടൊപ്പം തന്നെ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകുമ്പോൾ ഏത് ഡോക്ടറാണ്, ഇപ്പൊ ഫിസിഷ്യൻ ആണെന്ന് ഫിസിഷ്യൻ എഴുതി തന്നിരിക്കുന്ന മാറ്റേഴ്സ് അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഇപ്പൊ നമുക്കറിയാം കമ്പ്യൂട്ടറൈസ്ഡ് ഒക്കെയാണ് അല്ലെ. ഇപ്പൊ കമ്പ്യൂട്ടറൈസ്ഡ് ആണെങ്കിലും നമ്മൾ എന്താണ് നമ്മുടെ ഇത് അവരെ സെൻഡ് ചെയ്യാൻ ഓൾമോസ്റ്റ് ഏത് ഡിപ്പാർട്ട്മെന്റിലേക്ക് ആണെങ്കിൽ നിങ്ങൾ ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് ചെന്നാൽ മതി, ഞങ്ങൾ സെൻഡ് ചെയ്തിട്ടുണ്ടെന്നാ പറയുന്നത്. അപ്പൊ നമ്മൾ ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് ചെല്ലുമ്പോൾ ഓൾറെഡി നമ്മുടെ നമ്പർ കൊടുക്കുമ്പോൾ എന്താ നമ്മൾ ഓൾറെഡി സെൻഡ് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് ഓക്കെ നമ്മുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം അവിടെ സ്ക്രീനിൽ വന്നിട്ടുണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ നമുക്കറിയാം അവരുടെ ഡിക്ലറേഷൻ ലെറ്റർ നമ്മൾ മേടിച്ചിട്ടൊക്കെയാണ് അത് ആ ഒരു മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകേണ്ടതായിട്ട് വരിക. അപ്പൊ നമ്മൾ ചികിത്സിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഡോക്ടേഴ്സ് ഫിസിഷ്യൻ പറയാണ് പൾമനോളജിസ്റ്റിനെ കാണണം, അല്ലെങ്കിൽ നിങ്ങൾ ന്യൂറോളജിസ്റ്റിനെ കാണണം എന്ന് പറയണം. അപ്പൊ നമ്മളോട് പറയും ഇന്ന ഡോക്ടറെ കണ്ടാൽ മതി. അതായത് നമുക്ക് തെരഞ്ഞെടുക്കാം അല്ലെ, ഇതിലധികം ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇന്ന ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആരെ വേണമെങ്കിൽ ചൂസ് ചെയ്യാം. അത് അവരെ ഇപ്പോ നിലവിലുള്ള ഡോക്ടേഴ്സ് ഇതാണ്, അതല്ലെങ്കിൽ മറ്റൊരു ഡോക്ടേഴ്സിന് വേണമെങ്കിൽ ഇന്ന ഡേറ്റ്സുകളാണെന്നുള്ള കാര്യം അവർ കൃത്യമായിട്ട് നമ്മെ ഇൻഫോം ചെയ്യും. അപ്പൊ അതനുസരിച്ചിട്ട് പേഷ്യൻസിന് നമുക്ക് തെരഞ്ഞെടുക്കാൻ സാധിക്കും ഏത് ഡോക്ടറെയാണ് കാണുന്നത്. അപ്പൊ അതൊരു റിട്ടൺ ഡിക്ലറേഷൻ ആണ്. ഇങ്ങനെ ഒരു പേഷ്യന്റിനെ കിടന്ന് ചികിത്സിക്കുന്ന ഒരു പേഷ്യന്റ് ആണെങ്കിൽ നമുക്കറിയാം
അവരെ ഒരു റിട്ടേൺ ഡിക്ലറേഷനോട് കൂടിയിട്ടാണ് അവിടെ കൊണ്ടുപോകേണ്ടതായിട്ട് വരുന്നത്. ചിലപ്പോൾ ഇങ്ങനെ ഹോസ്പിറ്റലിൽ തന്നെ സൗകര്യം ഉണ്ടായിരിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം എന്താണ് സെൻഡ് ചെയ്യുന്നതിന് വേണ്ടി. അപ്പൊ നമുക്ക് ആ ഡിപ്പാർട്ട്മെന്റിൽ ചെന്നാൽ മതി, ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെ സെൻഡ് ചെയ്ത് വന്നിട്ടുണ്ട്. അതാണ് ഫസ്റ്റ് ഇതായിട്ട് വരുന്നത്. സെക്കൻഡ് വരുന്നത് എന്താണ്, ഇമ്മീഡിയറ്റ് ദ പേഷ്യന്റ് ആൻഡ് റിലേറ്റീവ്സ് ടു ബി ഫ്രീ ഫ്രം ആൻസൈറ്റി. അതായത് ഇന്റിമേറ്റ് എന്ന് പറയുമ്പോൾ നമ്മളെ പേഷ്യന്റിന്റെ ആ ഒരു മുറിക്കണ്ടൊക്കെ പെട്ടെന്ന് തന്നെ ഐസിയിലേക്ക് മാറ്റുക, അതല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വേറെ ഡിപ്പാർട്ട്മെന്റ്, ഇപ്പൊ ക്യാൻസർ ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ പോകുക എന്ന് പറയുന്നത് ഒന്നാമത് ചെയ്യും അല്ലെ. ആ ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ പോകുക എന്ന് പറയുന്നത് പെട്ടെന്ന് അല്ലെ പാരന്റ്സ് എന്താ പറയുക റിലേറ്റീവ്സിന് ഉൾക്കൊള്ളാൻ പറ്റിയത് വരും. അപ്പൊ അവരുടെ ആ ഉത്കണ്ഠേനെ നമ്മള് എന്താണ് ആ പേഷ്യൻസിന്റെ ആ ഉത്കണ്ഠേനെയൊക്കെ നമ്മൾ എന്താണ് ഹോസ്പിറ്റൽ നഴ്സുമാരൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. കുഴപ്പമില്ല, വലിയ പ്രശ്നമൊക്കെ ഇല്ലാത്തതാണ്, ജസ്റ്റ് എന്താണ് സ്റ്റാർട്ടിങ്ങിലൊക്കെയാണ് കാണിക്കുന്നത്, പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം എന്താണ് പേഷ്യൻസിന്റെ പേഷ്യൻസിനൊക്കെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. കാരണം എന്താണ് അവിടെയുള്ള പേഷ്യന്റിന്റെ അല്ലെ, അവിടെ അഡ്മിഷൻ എടുത്ത പേഷ്യന്റ് ആണ്. അപ്പൊ ആ പേഷ്യന്റിനെയാണ് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പൊ പെട്ടെന്ന് ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ പേഷ്യന്റിനും റിലേറ്റീവ്സിനും അത് ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചെന്ന് വരില്ല. അപ്പൊ അത് ഒരു ഡ്യൂട്ടിയും കൂടിയാണ്, എന്താ അവിടുത്തെ നഴ്സുമാരുടെ ഒക്കെ ഡ്യൂട്ടിയാണ്, അവരെ ചികിത്സിക്കുന്നത് അല്ലെ, അവരെ ഹാൻഡിൽ ചെയ്യുന്ന നഴ്സുമാരുടെ ഡ്യൂട്ടിയും കൂടിയാണ് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നത്. നെക്സ്റ്റ് എന്താണ്, ഇന്റിമേറ്റ് ദ വാർഡ് സിസ്റ്റം വെയർ ദ പേഷ്യന്റ് ഈസ് ട്രാൻസ്ഫേർഡ്. അപ്പൊ അതുമാതിരി തന്നെ വാർഡ് സിസ്റ്റർ ഉണ്ടല്ലോ, ഇപ്പൊ ഏതെങ്കിലും വാർഡിലാണ് നമ്മൾ കിടക്കണമെങ്കിൽ ആ വാർഡില് മെയിൻ ആയിട്ടുള്ള ഇൻചാർജ് ഉള്ള സിസ്റ്ററിനെ നമ്മൾ കൃത്യമായിട്ട് ഇൻഫോം ചെയ്യണം. ഞങ്ങളോട് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യാനാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ആയിട്ട് അതിന് ഇൻഫോം ചെയ്തിട്ട് അവരുടെ കൂടി അറിയിപ്പോട് കൂടിയിട്ടായിരിക്കണം. ഓക്കെ, എങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു അവര് തന്നെ പ്രൊവൈഡ് ചെയ്യും. അതൊക്കെ എടുത്ത് അത് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചിട്ടുള്ള സ്റ്റെപ്പുകൾ എടുത്തിട്ട് വേണം പേഷ്യന്റിനെ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട്. അപ്പൊ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതല്ല. ഒരു പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഡോക്ടറിന്റെ ഡിക്ലറേഷൻ വേണം, വാർഡായിട്ടുള്ള നഴ്സിന്റെ ഇത് വേണം, പെർമിഷൻ വേണം. പിന്നെ അതോടൊപ്പം തന്നെ അവിടെയുള്ള സിസ്റ്റേഴ്സിന് ഇവരുടെ ആൻസൈറ്റി ഒക്കെ ഉണ്ടെല്ലാം പൂർത്തീകരിക്കേണ്ടത്. ചെക്ക് ദ ചാർട്ട് ഫോർ ദ മെയിൻ ആയിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരായിരിക്കും? ഈ പേഷ്യന്റിനെ ഹാൻഡിൽ ചെയ്യുന്ന നഴ്സുമാരായിരിക്കും. ഇത്തരം കാര്യങ്ങളെല്ലാം അവിടെ സ്ഥിരീകരിക്കുന്നത് ഡോക്ടറിന്റെ ഡിക്ലറേഷൻ ഉണ്ടോ, വാർഡ് നഴ്സിനെ അറിയിച്ചിട്ടുണ്ടോ, ഈ പേഷ്യൻസിനൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടോ, ഇതാണ് അതൊക്കെ ഇവരുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ചെക്ക് ദ ചാർട്ട് ഫോർ ദ കംപ്ലീറ്റ് റെക്കോർഡിംഗ് ഓഫ് ഇമ്പോർട്ടന്റ് സയൻസ് നഴ്സിംഗ് കെയർ ആൻഡ് ട്രീറ്റ്മെന്റ്. അതായത് ഇതെല്ലാം കംപ്ലീറ്റ് ആണോ, ഈ പറഞ്ഞ ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ടോ, സൈനുകളെല്ലാം ഇവരേക്കും ഉണ്ടോ, നഴ്സിംഗ് കെയർ ഒക്കെ എന്തൊക്കെയാണ് ട്രീറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത്, എത്രയൊക്കെ മെഡിസിൻ കൊടുത്തിട്ടുണ്ട്, എപ്പോഴാണ് അഡ്മിഷൻ എടുത്തിരിക്കുന്നത്, എപ്പോഴാണ് പറഞ്ഞു വിടുന്നത്, ആ പറഞ്ഞു വിടുന്ന സമയത്ത് കാര്യങ്ങളെല്ലാം എത്രത്തോളം ഉണ്ട് എന്നൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ എന്ന് വിലയിരുത്തേണ്ടതുണ്ട്, ചെക്ക് ചെയ്യേണ്ടതുണ്ട്. നെക്സ്റ്റ് എന്താണ്, ഗാദർ ദ പേഷ്യൻസ് എക്സ്റേ, മെഡിസിൻ ആൻഡ് അതർ ബിലോങ്ങിങ്സ്. ഇപ്പോ ഈ പേഷ്യൻസിനെ നമ്മള് ചികിത്സിക്കാൻ അല്ലെ, കിടന്ന് ചികിത്സിക്കുന്ന പേഷ്യന്റ് ആയിരിക്കുമ്പോൾ ചിലപ്പോൾ ഡോക്ടേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും എക്സ്റേ എടുക്കുന്നത്. ഒരു പൾമനോളജിസ്റ്റിനൊക്കെ നമ്മൾ റെഫർ ചെയ്യുന്നത്, ഫിസിഷ്യൻസ് ഒക്കെ റെഫർ ചെയ്യുന്നതുകൊണ്ട് അവർ എക്സ്റേ എടുത്തിട്ടാണ്. ഓക്കെ, ഞങ്ങൾ ആരെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാം, ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ എന്താ പറയുന്നത്, അപ്പൊ അതിലേക്ക് എന്താണ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എക്സ്റേക്ക് എടുത്തിട്ടുണ്ടോ, അങ്ങനെയാണ് ഫിസിഷ്യൻസ് പറയാൻ നിങ്ങൾ പൾമനോളജിസ്റ്റിനൊക്കെ കാണുമെന്ന് പറയും. അപ്പൊ ആ എക്സ്റേക്ക് ഇവരോടൊപ്പം തന്നെ ഇതിനോടൊപ്പം തന്നെ കൊണ്ടുപോകേണ്ടതുണ്ട്, ഈ ചാർട്ട് പേപ്പറിനോടൊപ്പം തന്നെ കൊണ്ടുപോകേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കീപ്പ് ചെയ്യുക. Then call of the hospital direct or transfer to the new ward the patient is going. അപ്പൊ നമ്മള് അടുത്ത അല്ലെ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണോ അവിടേക്കാണ് കൊണ്ടുപോകുന്നത്, ആ ഒരു പ്ലേസിലേക്ക് തീർച്ചയായിട്ടും വിളിക്കുക. എന്താണ് ഇവരേക്ക് ഇങ്ങനെ കഴിക്കുന്ന കാര്യങ്ങളെല്ലാം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുക. അതിന്റെ അവരുടെ ഭക്ഷണം കഴിക്കുന്ന കാര്യങ്ങളെല്ലാം അംഗീകരിക്കുക എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അവരെ വിളിച്ച് അറിയിക്കേണ്ടത്. ഏത് റിലേറ്റീവ്സ് ടു gather other belongs. ഇപ്പോ ഈ പേഷ്യന്റിനോടൊപ്പം ഉള്ള റിലേറ്റീവ്സ് അവരോടൊപ്പം തന്നെ ഒത്തിരി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല, അവര് ഷിഫ്റ്റ് ചെയ്യാനല്ലേ ഒരു മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക്. പക്ഷെ ഇവർക്ക് എല്ലാ കാര്യങ്ങളും എന്തൊക്കെ ചെയ്യുന്നത് ചിലപ്പോൾ വെപ്രാളം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അവരുടെ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടോ, നിങ്ങളുടെ സാധനങ്ങളൊക്കെ ഓക്കെയാണോ എന്നൊക്കെ കാര്യങ്ങളൊക്കെ ചോദിച്ച് ഇപ്പൊ പേഷ്യൻസിനോടൊപ്പം കൊണ്ടുപോകേണ്ട സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കൊണ്ടുപോകാനായിട്ട് ആവശ്യപ്പെടുക. അതെല്ലാം കൊണ്ടുപോകുന്നുണ്ട് എന്നോ ഉറപ്പുവരുത്തുക.
then make arrangement to pay off due bills if going to another hospital. അതായത് നമ്മള് ഇതുമായി ബന്ധപ്പെട്ട അനന്തർ ഹോസ്പിറ്റൽ ആണെങ്കിൽ എന്ത് ഫെസിലിറ്റി ആണ് പറയുന്നത്, അതർ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ നമുക്കറിയാം ഈ ഡിപ്പാർട്ട്മെന്റിന്റേതായിട്ടുള്ള ബില്ലും കാര്യങ്ങളെല്ലാം അതാത് ഡിപ്പാർട്ട്മെന്റ് തന്നെ പേ ചെയ്യുന്നതായിരിക്കും അല്ലെ. അപ്പൊ അത്തരം കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടെന്നുള്ള ഉറപ്പുവരുത്തുക. ഈ അറേഞ്ച്മെന്റ് ടു പേ ഓഫ് ഡ്യൂ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അല്ലെ എന്തെങ്കിലും ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ എല്ലാം അപ്പൊ നിലവിലുള്ള എല്ലാ കാര്യങ്ങളെല്ലാം പേയ്മെന്റ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. Then record time, mode of transfer and general condition of the patient. So നമ്മൾ കൃത്യമായിട്ടുള്ള ടൈം ഇപ്പൊ ഇവിടുന്ന് ഈ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മറ്റു ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോകേണ്ട ടൈം എത്രയാണെന്ന്, പിന്നെ ഏത് രീതിയിലാണ്, ചിലപ്പോൾ സ്ട്രക്ചർ ഉപയോഗിച്ചിട്ടായിരിക്കും, ചിലപ്പോൾ വീൽ ചെയർ ഉപയോഗിച്ചിട്ടായിരിക്കും, അങ്ങനെ ഏതെങ്കിലും രീതിയിലാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളത് രേഖപ്പെടുത്തുക. ട്രാൻസ്ഫറിംഗ് റിസ്ക് പേഷ്യന്റ് ടു വീൽ ചെയർ. ഓക്കെ, നമ്മളിവിടെ കൃത്യമായിട്ട് പറയുന്നത് അടുത്ത പോയിന്റിൽ വീൽ ചെയർ സ്ട്രക്ചർ and going along with the patient to new area. പുതിയ ഏരിയയിലേക്ക് കൊണ്ടുപോകുക വീൽചെയർ സ്ട്രക്ചർ ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം അസിസ്റ്റ് ചെയ്യാനായിട്ട് അവരെ ഉറപ്പുവരുത്തുക. ഇതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം, ഈ രീതിയിൽ വേണമെങ്കിൽ പേഷ്യന്റിനെ കൊണ്ടുപോകുക എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയിക്കുക. Deliver the patient documents belongings and report orally to the in-charge nurse and the sister. അതായത് ഇൻചാർജുള്ള നഴ്സിന് അല്ലെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. ചാപ്റ്റർ ട്രാൻസ്ഫോർ പേഷ്യന്റ് ആണ്. അപ്പോ നമ്മൾ പറഞ്ഞത് എന്താണ്, ഹോസ്പിറ്റലിലേക്ക് അല്ലെ ഡെലിവർ പേഷ്യന്റ് ഡോക്യുമെന്റ്സ് ബിലോങ്സ് റിപ്പോർട്ട് ഓൾറെഡി ഇൻ ടു ദ ഇൻചാർജ് നഴ്സ്. നമ്മള് വ്യക്തമായിട്ട് ആ നഴ്സ് അല്ലെ ഇൻചാർജുള്ള വാർഡിന്റെ ഇൻചാർജുള്ള നഴ്സിനോട് കൃത്യമായിട്ട് തന്നെ പറയണം ഇന്ന കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ട്, ഇന്ന ഡോക്യുമെന്റ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്, ഇന്ന കാര്യങ്ങളോട് കൂടിയിട്ടാണ് ഈ പഠനത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഉദ്ദേശിക്കുന്നതിനുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ആ നഴ്സിനോട് ഇൻചാർജുള്ള നഴ്സിനോട് പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. വാർഡ് ആർട്ടിക്കിൾസ്, അതായത് വാർഡുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് എന്തെങ്കിലും ശേഖരിക്കേണ്ടതുണ്ട് അതെല്ലാം ശേഖരിക്കുക. evaluate the method for transport for the receiving nurse. അതായത് നമ്മൾ ഇതിന്റെ രീതിയിലാണ് കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യമില്ല. ഏത് ഡിപ്പാർട്ട്മെന്റിൽ നഴ്സാണോ ആ ഡിപ്പാർട്ട്മെന്റിൽ നഴ്സിനോട് ഇൻഫോം ചെയ്യുക, അറിയിക്കുക. Maintain the patient's physical welfare during the transport to a new nurse unit. അതേമാതിരി തന്നെ ക്ഷേമം അല്ലെ, എന്തെങ്കിലും നമുക്കറിയാം ഒരു പേഷ്യന്റ് ചിലപ്പോണെങ്കിൽ സ്വമേധയാ കൈകാര്യം ചെയ്യാത്തതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ് അവർക്ക് ചില കാര്യങ്ങളൊക്കെ അവിടെ ചെല്ലുമ്പോഴും ഇങ്ങനെ ഇറക്കാൻ ചിലപ്പോൾ പക്ഷേ ഒരാളുകൾ വേണ്ടി വരും. അതല്ലെങ്കിൽ റൂം ഇങ്ങനെ കംഫർട്ട് ചെയ്ത് തരണം, വീൽ ചെയർ ഫെസിലിറ്റി ഉള്ളതായിരിക്കണം. അല്ലെങ്കിൽ ഈ പേഷ്യന്റിനെ കുറച്ചും കൂടി ഇങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉള്ള മാറ്റേഴ്സ് ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള റൂം തരപ്പെടുത്തേണ്ടതുണ്ട്. ചിലപ്പോൾ ചില മെഷീൻസ് എല്ലാം ഉപയോഗിക്കേണ്ടതുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള റൂം ഫെസിലിറ്റീസ് ഒക്കെ അവിടെ ഉണ്ടായിരിക്കും. അപ്പൊ അതെല്ലാം കൃത്യമായിട്ട് ഇൻഫോം ചെയ്യേണ്ടതാണ്. Then provide oral report about the patient's condition to the receiving nurse. അതുമാതിരി തന്നെ ഈ റിപ്പോർട്ടുകളെല്ലാം റിസീവിംഗ് നഴ്സിനെ അറിയിക്കണം. നമ്മുടെ ഓറൽ റിപ്പോർട്ട് ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കണം. ഈ പേഷ്യന്റ് ഇന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ അഡ്മിഷൻ എടുത്തത്, ഇന്ന കാര്യങ്ങൾ കൊണ്ട് ഇദ്ദേഹത്തിന്റെ ഡയഗ്നോസ് ചെയ്തപ്പോൾ ഇന്ന ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതെന്ന് ആവശ്യപ്പെട്ടു. ഏതായാലും ഈ രീതിയിലൊക്കെയാണ് ഭക്ഷണക്രമങ്ങള് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അല്ലെ എങ്ങനെയാണ് എടുക്കുന്നത്. അങ്ങനെ വ്യക്തമായിട്ട് ഈ നഴ്സുമായി ബന്ധപ്പെട്ട ശുശ്രൂഷ കാര്യങ്ങളെല്ലാം നഴ്സ് അവിടെയുള്ള റിസീവിംഗ് നഴ്സിനെ വ്യക്തമായിട്ട് അറിയിച്ചിരിക്കണം. Then make it sure that all documentation including care plan is completed. അതായത് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെല്ലാം ഡോക്യുമെന്റേഷൻ എല്ലാ പേപ്പേഴ്സ് എല്ലാം കൈകാര്യം ചെയ്തിട്ടുണ്ട് അത് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ കംപ്ലീറ്റഡ് ആണ് വ്യക്തമാക്കി കൊടുക്കുക. Then assist the patients arrival to the new unit. അതായത് പേഷ്യൻസിന്റെ വരവനുസരിച്ചിട്ട് പുതിയ യൂണിറ്റിലേക്ക് അസിസ്റ്റ് ചെയ്യാനായിട്ട് നമുക്കറിയാം. അവിടെ സ്വീകരിക്കാനായിട്ട് 6 സമയത്ത് തന്നെ നഴ്സുമാരെല്ലാം വരുന്നത് പേഷ്യന്റ് ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്കാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടത്. ട്രാൻസ്പോർട്ട് ദ പേഷ്യന്റ് ടു റൂം ആൻഡ് അസിസ്റ്റ് ഇൻ ട്രാൻസ്ഫറിംഗ് ടു ബെഡ്. അതായത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ പുതിയ റൂമിലേക്ക് വരുമ്പോൾ ബെഡിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഒരു സ്ട്രക്ചറിലൊക്കെ കിടക്കുന്ന അല്ലെങ്കിൽ വീൽ ചെയറിലൊക്കെ പേഴ്സൺ ആണെങ്കിൽ അവരെ ഒന്ന് ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള അസിസ്റ്റന്റ് പേഴ്സൺസ് അറ്റൻഡർമാരൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അതെല്ലാം അവിടെ ഉണ്ടായിരിക്കണം. Then exchange the belongs medical records and the reports. അതായത് നമ്മൾ കൈമാറണം.
എന്താണ് ഈ പേഷ്യൻസിൻ്റെതായിട്ടുള്ള റിപ്പോർട്ട്സുകളും അതേപോലെ മറ്റൊരു റിസീവിംഗ് ഏരിയയിലേക്ക് കൈമാറുക. The new unit procedure is similar to the admission procedure. അതായത് പുതിയ ഒരു പേഷ്യന്റിന്റെ അഡ്മിഷൻ എങ്ങനെയാണോ എങ്ങനെ നടപടിക്രമങ്ങളാണോ അതനുസരിച്ചിട്ട് തന്നെയാണ് മറ്റൊരു യൂണിറ്റിലേക്ക് ചെല്ലുമ്പോൾ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യേണ്ടത് എന്ന്. Then clean the unit where the patient is admitted and keep ready for the next patient after transfer. അതായത് ട്രാൻസ്ഫർ ചെയ്ത് നമുക്കറിയാതെ ട്രാൻസ്ഫർ വരുമ്പോഴേക്കും ആ റൂം അതെല്ലാം എല്ലാ സാധനങ്ങളും വെക്കേറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് പേഷ്യന്റിനെ റിസീവ് ചെയ്യുന്ന രീതിയിലേക്ക് ആ ഒരു റൂം ഇതാവും. അതേപോലെ തന്നെ റിസീവ് ചെയ്യുന്ന ഏരിയയിലേക്ക് അവരെ സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിൽ അവിടെ നഴ്സുമാരും അറ്റൻഡേഴ്സിന്റെ ആവശ്യകതയുണ്ടെങ്കിൽ അറ്റൻഡേഴ്സുമാരും ഉണ്ടാവും. അതിനനുസരിച്ചിട്ട് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. ഇതാണ് ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെയുള്ള ട്രാൻസ്ഫർ നടക്കുമ്പോൾ വരുന്ന പ്രധാനപ്പെട്ട നടപടിക്രമങ്ങൾ. ക്ലിയർ ആയോ? നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാലും മതി. ആരെങ്കിലും പേഷ്യൻസിനെ കൊണ്ടുപോകുമ്പോഴോ നമ്മള് ഓരോ ഹോസ്പിറ്റലിൽ കേസ് അതിപ്പോ ICU-ലാണെങ്കിലും അതെ അല്ലേ, ഇവിടുന്ന് നമ്മള് പക്ഷെ ICU-ലൊക്കെ ഉള്ള പ്രത്യേകത നമുക്കറിയാം. വീണ്ടും ആ റൂമിൽ നിന്ന് അങ്ങനെ ഇപ്പോഴും വെക്കേറ്റ് ചെയ്ത് പോകുന്നില്ല. അതേസമയം ജനറൽ വാർഡിലേക്ക് ചിലപ്പോൾ ഒരു പക്ഷേ പേഷ്യൻസിന്റെ ബെഡ് അത്രയും ഇതൊക്കെ ആണെങ്കിലും ആ ബെഡ് മാറുന്നതനുസരിച്ചിട്ട് പേഷ്യൻസിനെ അവിടെ അവർ സ്വീകരിക്കും. അത്രമില്ല ഇങ്ങനത്തെ അല്ലെ തിരുവനന്തപുരം ഹോസ്പിറ്റലും ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. അതല്ല ഇങ്ങനൊരു ICU-ലേക്ക് റൂമിൽ നിന്ന് സാധാരണ പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ നമുക്കറിയാം അവര് അതൊക്കെ കുറച്ച് അല്ലെ പേ ചെയ്യാനായിട്ട് സാമ്പത്തികമായിട്ടുള്ള നിലപാടുള്ളവരാണെങ്കിൽ അതങ്ങനെ തന്നെ കൈകാര്യം ചെയ്യും. അതേസമയം ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം ആ റൂം മൊത്തത്തിൽ വെക്കേറ്റ് ചെയ്തിട്ടാണ് മറ്റൊരു ഇതിലേക്ക് പോകുന്നത്. ഫിസിഷ്യന്റെ ഡോക്ടറിന്റെ അണ്ടറിൽ വന്നിട്ട് ബയോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് പോവുകയാണെങ്കിൽ ആ റൂം വെക്കേറ്റ് ചെയ്ത് മൊത്തത്തിൽ ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. കാർഡിയോളജിസ്റ്റിന്റെ അതിന്റെ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും അങ്ങനെ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും ഒരു വേറൊരു ബിൽഡിംഗിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ റൂം മൊത്തത്തിൽ വെക്കേറ്റ് ചെയ്യും. അവിടെ പുതിയൊരു അഡ്മിഷൻ പ്രോസസ് പോലെ തന്നെയാണ് മറ്റൊരു ഡിപ്പാർട്ട്മെന്റ്. വായിച്ചു നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾക്ക് ഓക്കെ ആണോ? നമുക്ക് ഇതിന്റെ ഒരു എക്യുപ്മെന്റ്സിനും കൂടെ ആവശ്യം കാരണം എങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം.
ഓക്കെ, ഞാനിന്ന് അധികം എടുക്കണമെന്ന് വിചാരിച്ചതാണ്. കവർ ചെയ്യാൻ സാധിച്ചില്ല. എന്തായാലും നിങ്ങൾക്ക് പുതിയൊരു ചാപ്റ്റർ ആയതുകൊണ്ട് നമുക്ക് അത്രയും കൂടെ സ്പീഡിൽ പോകാൻ പറ്റില്ല. എന്തായാലും ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് എന്താണെന്നുള്ള കാര്യം ഓക്കെ ആയില്ലേ? എന്താണെന്നുള്ളത് ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു. Thank you, Miss. Thank you, Miss.